ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് കുറച്ചു നേരം മുമ്പ് നടന്ന ഒരു സംവാദത്തിൽ, ആദിലയുമായിട്ട് നടന്ന സംവാദത്തിൽ അനീഷ് വെല്ലുവിളിക്കുന്നുണ്ട്. ബിഗ് ബോസിനെയും ആദിലേനെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ, ആ കള്ളം തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറാണ്. പിന്നെ ആദിലയോട് പറഞ്ഞിട്ടുണ്ട് അത് തെളിയിക്കപ്പെട്ടാൽ ആദിലെ അവിടുന്ന് പുറത്തേക്ക് പോകണം എന്നാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പേരും പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്ത് വീണ്ടും അനീഷിനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരു സൈഡിൽ. അവരെ പറ്റി ഞാൻ പറയുന്നില്ല, അവരെ പറ്റി പറഞ്ഞു ഞാൻ മടുത്തു. ഞാൻ പറയാൻ പോകുന്ന അനീഷിനെ പറ്റിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അയാളുടെ ഭാഗം ക്ലിയർ ആയതുകൊണ്ടാണ്, ക്ലീൻ സ്ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ തന്നെ ആ ഒരു 10 മിനിറ്റിന്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അനീഷ് ഒരു രീതിയിലുള്ള വലിയ കള്ളത്തരങ്ങളും അവിടെ പറഞ്ഞിട്ടില്ല. ഉഡായിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ കാണിച്ചിട്ടില്ല, മാനിപ്പുലേഷൻ കാണിച്ചിട്ടില്ല. അനീഷ് അത്രയും നീറ്റായിട്ടാണ് ഈ 70 ദിവസവും ഗെയിം കളിച്ച് വന്നത്. അത് അനീഷിനും ഒരു കോൺഫിഡൻസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ഉഡായിപ്പ് തരങ്ങളും അനീഷ് കാണിച്ചിട്ടില്ല എന്നുള്ളത് ആദിലയ്ക്ക് നൂറയ്ക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവര് മാറിയിരുന്ന് പലരെ പറ്റിയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. അവരെ പോലെ ആ ലെവൽ ഒരു ഗെയിം അനീഷ് അവിടെ കളിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അനീഷ് ആകെ പറഞ്ഞിട്ടുള്ള ഈ 3 ദിവസം 2 ദിവസം എന്നുള്ള ഈ പിച്ചിഞ്ഞുള്ളി കേസുകളാണ്. വളരെ മൈനർ ആയിട്ടുള്ള, വിട്ടുകളയാൻ പറ്റുന്ന ലെവലിലുള്ള, പ്രേക്ഷകരെ ബാധിക്കാത്ത, അവിടെയുള്ള കോ കണ്ടസ്റ്റൻസിനെ ബാധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ പറയുന്നത് എന്താണ്, നിലം വെറ്റ് അനീഷ് കാശുണ്ടാക്കി PR കൊടുത്തിട്ട് ഇവിടെ വന്നു എന്ന്. അത് തെറ്റായിട്ടുള്ള ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് അനീഷ് അടിവരയിട്ട് പറയുന്നുണ്ട്. എന്റെ നാട്ടിലെ വില്ലേജ് ഓഫീസറിനോട് പോയി ചോദിച്ചാൽ അറിയാന്നൊക്കെ വരെ അനീഷ് പറയുന്നുണ്ട്. 4 പേരടങ്ങുന്ന എന്റെ കുടുംബത്തിലെ സ്വത്ത് വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് തെളിയിച്ചാൽ ആദ്യം ഈ ഷോ വിട്ടു പോകണം. അതാണ് അനീഷിന്റെ വെല്ലുവിളി. ഒരു രക്ഷയില്ല കേട്ടോ. അക്ബറൊക്കെ അങ്ങ് ചൂളിപ്പോയി. അക്ബറിന്റെ ഒക്കെ മുഖത്തെ എക്സ്പ്രഷൻ മാറുന്നത് ഞാൻ കണ്ടതാണ്. യെല്ലോ സോഫ ആയിരുന്നു. ഫുൾ അനീഷിന്റെ താറടിക്കുന്ന ലെവലിലുള്ള സംസാരമാണ്. സ്ഥിരം പരിപാടിയാണ്. അതിലെ സപ്പോർട്ട് ചെയ്ത് അനീഷിനെ താറടിക്കുന്ന പോലെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും അനീഷ് അതിലോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിയാണ് അക്ബർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അക്ബറിന്റെ ഒക്കെ മുഖം അങ്ങ് മാറി കംപ്ലീറ്റ്ലി. കാരണം ഒരാൾ ഇങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് വേണമെങ്കിലും കണ്ടോളൂ, അഹങ്കാരമാണ്. അതെ, കാരണം അത്രയും നീറ്റാണ്, അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് സ്വയം ഒരു കോൺഷ്യൻസ് ഉണ്ടെങ്കിൽ അത് മതി. ആ ഒരു സംഭവം മതി. മനസാക്ഷിയെ ബോധിപ്പിച്ചാൽ മതി. മനസ്സിലായില്ലേ? അത് ബിഗ് ബോസിന് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കാണിച്ചോളൂ. എന്ത് തെളിവാണ് കാണിക്കാനുള്ളത്? അനീഷ് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞതിന്റെ തെളിവുണ്ടെങ്കിൽ അത് കാണിച്ചു തരൂ. ഞാനും ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ്, കാണിച്ചു തരൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.